നാടകശാല. And satire. എന്താ satire? ആക്ഷേപഹാസ്യം. എന്താണ്? ആക്ഷേപഹാസ്യം. അത് കഴിഞ്ഞ എന്താ? പൊളിറ്റിക്കൽ പാംഫ്ലെറ്റിയറിംഗ്. അതായത് രാഷ്ട്രീയപരമായ എന്ത് ലഘുരേഖകൾ. ഓക്കെ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ യൂണിറ്റിന്റെ അർത്ഥം. ഓക്കെ, സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്റ്റോറേഷൻ പീരിയഡിൽ ആരുടെ കാലഘട്ടമാണ് ഇവിടെ റെസ്റ്റോറേഷൻ പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചാൾസ് രണ്ടാമന്റെയും പിന്നീട് അങ്ങോട്ട് ജെയിംസ് രണ്ടാമന്റെയും ഒക്കെ കാലഘട്ടം അല്ലെ റെസ്റ്റോറേഷൻ പീരീഡ്. സോ റെസ്റ്റോറേഷൻ പീരിയഡിൽ ഈ തിയേറ്ററിനും സറ്റയറിനും പൊളിറ്റിക്കൽ പാംഫ്ലെറ്റിയറിംഗിനും എല്ലാത്തിനും വന്ന മാറ്റങ്ങൾ എന്താണ്? അഥവാ ഇതൊക്കെ എങ്ങനെയായിരുന്നു ഈ റെസ്റ്റോറേഷൻ പീരിയഡിൽ ഈ തിയേറ്റേഴ്സും ഈ ആക്ഷേപഹാസ്യവും ഈ രാഷ്ട്രീയപരമായ ലഘു രേഖകളൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവയുടെ സ്ഥാനം എങ്ങനെയായിരുന്നു എന്നാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. അതിനു മുൻപ് തന്നെ യഥാർത്ഥത്തിൽ റെസ്റ്റോറേഷൻ ലിറ്ററേച്ചർ ആരംഭിക്കുന്നത് എപ്പോഴാണ്? ചാൾസ് രണ്ടാമന്റെയും അതേപോലെ തന്നെ ജെയിംസ് രണ്ടാമന്റെയും കാലഘട്ടങ്ങളിലാണ്. അതായത് യഥാർത്ഥത്തിൽ 1690കളിലാണ് ഇവിടെ റെസ്റ്റോറേഷൻ ലിറ്ററേച്ചർ എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതില് നോവലുകളും അതുപോലെ തന്നെ ബയോഗ്രഫീസും ഹിസ്റ്ററിയും മാത്രമല്ല ട്രാവലിംഗ് റൈറ്റിംഗും ഇതെല്ലാം മാത്രമല്ല ജേർണലിസവും എല്ലാം തന്നെ ഈ ഒരു റെസ്റ്റോറേഷൻ ലിറ്ററേച്ചറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ അഥവാ റെസ്റ്റോറേഷൻ പീരീഡിലെ പ്രധാനപ്പെട്ട എഴുത്തുകാര് ആരാ നമുക്ക് നോക്കാം. നമുക്കറിയാം ജോൺ ഡ്രൈഡൻ, അതേപോലെ തന്നെ സാമുവൽ ബട്ട്ലർ ആൻഡ് ജോൺ ഓൾഡാം ആൻഡ് അലക്സാണ്ടർ പോപ്പ്. അലക്സാണ്ടർ പോപ്പ് മാത്രമല്ല ജൊനാഥൻ സ്വിഫ്റ്റ്, ഇത്തരത്തിലുള്ള കുറച്ച് ആളുകളായിരുന്നു ഈ റെസ്റ്റോറേഷൻ ലിറ്ററേച്ചറെ കുറച്ചുകൂടി അല്ലെങ്കിൽ അവിടെ സ്പീക്ക് അഥവാ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കവികൾ ഇവരൊക്കെ ആയിരുന്നു. ഓക്കെ, ഇവര് കൂടാതെ ഒരുപാട് പേര് വേറെയും ഉണ്ട്. പക്ഷെ നമുക്ക് എടുത്തു പറയത്തക്ക പോയറ്റ്സ് ആരൊക്കെയാണ്? ഈ പറഞ്ഞവരൊക്കെയാണ്. ഓക്കെ, സോ നമുക്കിനി ലെസണിലോട്ട് കടക്കാം. ആദ്യം തന്നെ തിയേറ്റേഴ്സ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം അല്ലെ. അതായത് ഈ തിയേറ്റേഴ്സ് ഈ കോമൺവെൽത്തിന്റെ കാലഘട്ടത്തിൽ, അതായത് പ്യൂരിറ്റൻസ് ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്യൂരിറ്റൻസ് ഭരിച്ചുകൊണ്ടിരുന്ന കോമൺവെൽത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലെ തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ 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 ദയനീയമായ ഒരവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിലെ തിയേറ്റേഴ്സ്. കാരണം എന്താണ്? പ്യൂരിറ്റൻസ് എന്തറിയിച്ചു? ഈ തിയേറ്റേഴ്സ് അഥവാ ഈ നാടകശാല എന്ന് പറയുന്നത് എന്താണ്? പൂട്ടണം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ തിയേറ്റേഴ്സും അതുപോലെ ആക്ടേഴ്സും ഒക്കെ. എന്താണ് ഇവിടെ സിൻഫുൾ? അതായത് പാപമേറിയ ഒരു കാര്യമാണ്. അഥവാ ഈ തിയേറ്റർ നാടകശാല അതുപോലെ അതിൽ അഭിനയിക്കുന്ന നടന്മാര് ആക്ടേഴ്സ് അവരൊക്കെ എന്താണ്? പാപങ്ങൾ ചെയ്യുകയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു ആര്? പ്യൂരിറ്റൻസ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവര് ഇംഗ്ലണ്ട് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ തിയേറ്റേഴ്സിനൊക്കെ അപ്പാടെ അങ്ങോട്ട് അടച്ചുപൂട്ടി. മനസ്സിലായല്ലോ? മാത്രമല്ല ഇത് ഈ നാടകങ്ങൾ അഭിനയിക്കുന്ന ആക്ടേഴ്സിനൊക്കെ എന്തായി ഇവര് കണക്കൂട്ടി? തെമ്മാടികളായിട്ട് ഈ പ്യൂരിറ്റൻസ് മുദ്ര കുത്തി. മനസ്സിലായല്ലോ? അതോടുകൂടി എന്താണ്? ഈ ആക്ടേഴ്സിന്റെ ജീവിതം ഒന്നും എന്തായിരുന്നില്ല? സേഫ് ആയിരുന്നില്ല. ഓക്കെ, സുരക്ഷയേറിയ ഒരു ജീവിതം ആയിരുന്നില്ല ഈ പ്യൂരിറ്റൻസിന്റെ കാലഘട്ടത്ത്. ഈ നടന്മാര്
ആക്ച്വലി റെസ്റ്റോറേഷൻ പീരീഡിലോട്ട് കടക്കുമ്പോൾ ഈ തിയേറ്ററിന്റെ ഫീച്ചേഴ്സ് തന്നെ മൊത്തമായിട്ട് മാറുകയാണ്. ഓക്കെ, അതായത് നമുക്കറിയാം ചാൾസ് രണ്ടാമൻ എവിടെ നിന്നാണ് വന്നത്? ഫ്രാൻസിൽ നിന്നുമാണ് ചാൾസ് രണ്ടാമനെ നമ്മൾ വിളിച്ചിട്ട് വന്നത് അല്ലെ? സോ അതിനുശേഷം ചാൾസ് രണ്ടാമൻ ഇംഗ്ലണ്ട് ഭരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഫ്രാൻസിന്റെ ചില ഫ്രാൻസിലായിരുന്നല്ലോ ഇദ്ദേഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലെ ചില കാര്യങ്ങൾ ഇവിടെ ഇംഗ്ലണ്ടിലും ഇദ്ദേഹം കൊണ്ടുവന്നു. മനസ്സിലായല്ലോ? അതിനോടനുബന്ധിച്ച് തന്നെ ചാൾസ് രണ്ടാമൻ എന്ത് ചെയ്തു? തിയേറ്റേഴ്സ് ഒക്കെ ഓപ്പൺ ആക്കിക്കൊള്ളാനുള്ള പെർമിഷൻ കൊടുത്തു. അങ്ങനെ പെർമിഷൻ കൊടുത്ത 2 തിയേറ്റേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാ തോമസ് കിൽഗ്രൂ അതേപോലെ തന്നെ വില്യം ഡെവനന്റ്. ഈ പറഞ്ഞ 2 ആൾക്കാർക്കാണ് ഈ ഒരു തിയേറ്റർ ഉണ്ടാക്കാനുള്ള ഒരു അവകാശം ഇദ്ദേഹം കൊടുത്തത്. അങ്ങനെ ഇവിടെ ഈ 2 തിയേറ്റേഴ്സും ഇവർ 2 പേരും എന്ത് ചെയ്യാണ്? തിയേറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വരികയാണ്. ഓക്കെ, അങ്ങനെ ഈ ഒരു തിയേറ്ററിന്റെ അല്ലെങ്കിൽ ഈ തിയേറ്ററിന്റെ ഒരു ഗ്രോത്ത് ഒരു ഗ്രോത്ത് ആണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ തിയേറ്ററിക്കൽ ലിറ്ററേച്ചർ ആയിട്ട് പിന്നീട് അങ്ങോട്ട് മാറിയത്. മനസ്സിലായല്ലോ? സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താണ് ഈ റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? എന്താ? ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ അഥവാ റെസ്റ്റോറേഷൻ പീരീഡില് ഈ തിയേറ്റേഴ്സ് ഒക്കെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? വളരാൻ തുടങ്ങി. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ്, ഇത്തരത്തിലാണ് റെസ്റ്റോറേഷൻ തിയേറ്റേഴ്സ് ഉണ്ടായത്. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ റെസ്റ്റോറേഷൻ തിയേറ്റേഴ്സിന്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് റെസ്റ്റോറേഷൻ പീരീഡിൽ ഉണ്ടായിരുന്ന തിയേറ്റർ എന്ന് പറയുന്നത് ഇതിനു മുൻപുള്ള തിയേറ്ററുകളെ പോലെ തന്നെ ആയിരുന്നു. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അല്ല കേട്ടോ. റെസ്റ്റോറേഷൻ തിയേറ്ററുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇനി അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ സ്റ്റേജിന്റെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം അല്ലേ? അതായത് റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ സ്റ്റേജിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ സ്റ്റേജ് യഥാർത്ഥത്തിൽ എലിസബത്തൻ അഥവാ ജേക്കോബിയൻ തിയേറ്റർ പോലെ ആയിരുന്നില്ല. പകരം എന്തായിരുന്നു? പബ്ലിക്കലി ആയിരുന്നു ഈ സ്റ്റേജ് ഉണ്ടായിരുന്നത്. ഓക്കെ, പബ്ലിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നു ഈ സ്റ്റേജ്, റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ സ്റ്റേജ് പണിപ്പെടുത്തിയത്. മാത്രമല്ല ഇതിന്റെ സ്ട്രക്ചറൽ അതായത് നോട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും അതേപോലെ തന്നെ വിഷ്വൽ ചേഞ്ചസും എല്ലാം തന്നെ ഈ റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഓക്കെ, നോക്കാം. ഇതിന്റെ ഓഡിയൻസ് അഥവാ ഈ സ്റ്റേജിന്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെയായിരുന്നു? ഓഡിയൻസിനെ അഭിമുഖീകരിക്കുന്ന ഒരു തരത്തിലായിരുന്നു ഈ സ്റ്റേജ് പണിത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല അതിന്റെ സ്റ്റേജിന്റെ ഫ്രണ്ട് ഭാഗം കർട്ടൻ കൊണ്ട് മറയ്ക്കുകയായിരുന്നു ചെയ്തത്. ഓക്കെ, അതിനുശേഷം അവിടെ നാടകം തുടങ്ങാറാകുമ്പോൾ ആ കർട്ടൻ അങ്ങോട്ട് വലിച്ചിട്ട് പിന്നെയാണ് എന്ത് ഓഡിയൻസ് ഈ സീനറി കാണുന്നത്. ഓക്കെ, സീനറി എന്താണെന്ന് അറിയില്ലേ? അപ്പൊ ഈ സീനറി കർട്ടൻ വലിച്ചതിന് ശേഷം സീനറി ആര് കാണുന്നു? ഓഡിയൻസ് കാണുന്നു. മനസ്സിലായല്ലോ? ഈ സ്റ്റേജിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 650 പേരാണ്. ഓക്കെ, 650 ആൾക്കാരാണ്. അതാണ് ഈ സ്റ്റേജിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല പ്രൈസ് ഉണ്ട്. അത് ഓരോ നാടകത്തിനും ഓരോ തരത്തിലുള്ള പ്രൈസ് ആണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്? നിശ്ചയിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലാണ് റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ സ്റ്റേജ് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്? ഇവര് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു സ്റ്റേജിൽ ഒരുപാട് ടെക്നോളജി ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായല്ലോ? ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒട്ടനവധി ടെക്നോളജിയും ഈ ഒരു സ്റ്റേജിൽ റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ സ്റ്റേജിൽ ഇവരെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എലിസബത്തൻ അഥവാ ജേക്കോബിയൻ തിയേറ്ററിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇനി ഈ റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ സീനറി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതുവരെയും ഉള്ള പോലെ ആയിരുന്നില്ല. ഈ സീനറി ഒക്കെ ഒരു എൻക്ലോസ്ഡ് സ്ട്രക്ചറിലായിരുന്നു. ഓക്കെ, ഒരു അടച്ചിട്ട ഒരു മട്ടിലായിരുന്നു റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ സീനറി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മാത്രമല്ല ഒരുപാട് ആർട്ടിഫിഷ്യൽ ലൈറ്റ്നിങ്ങും അതേപോലെ തന്നെ ചില പുതിയ സ്റ്റൈലുകളും എല്ലാം തന്നെ ഏതിൽ ഇൻക്ലൂഡ് ആയിരുന്നു? ഈ ഒരു സീനറിയിൽ നമുക്ക് കാണാനായിട്ട് റെസ്റ്റോറേഷൻ
തിയേറ്ററിൽ സീനറി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. മനസ്സിലായല്ലോ? മാത്രമല്ല സീനറിന്റെ ബാക്കിൽ ഇവർ എന്ത് ചെയ്യും? പെയിന്റ് ഉപയോഗിച്ചിട്ട് സീനറി എന്ത് ചെയ്യും? അവർ പെയിന്റ് ചെയ്യുമായിരുന്നു. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലാണ് റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ സീനറി ഇവർ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം ഈ ആക്ടേഴ്സ്, ഇതിൽ അഭിനയിക്കുന്ന ആളുകളുടെ കാര്യം നമുക്ക് നോക്കണ്ടേ? അതായത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരുപാട് വലിയ മാറ്റം വരുന്നത്. എലിസബത്തൻ അഥവാ ജേക്കോബിയൻ തിയേറ്റർ എന്ന് പറയുന്നത് ആ ഒരു തിയേറ്ററിനേക്കാളും ഏറെ വ്യത്യസ്തത ഈ റെസ്റ്റോറേഷൻ തിയേറ്ററിൽ നമുക്ക് കാണാം. കാരണം ഇതിനോടകം എന്തായി മാറി? ഈ ആർട്ട് അഥവാ തിയേറ്റർ അഥവാ അത്തരത്തിലുള്ള ഡ്രാമാസ് ഒക്കെ ആർട്ട് അഥവാ കല എന്നുള്ള രൂപത്തിൽ നിന്നും ഒരു കച്ചവടമായി, ഒരു ബിസിനസ് ആയി ഇതിനോടകം മാറിക്കഴിഞ്ഞിരുന്നു. മനസ്സിലായല്ലോ? സോ മാത്രമല്ല ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എലിസബത്തൻ തിയേറ്റർ എന്ന് പറയുന്നത് മേലായിട്ടുള്ള അഥവാ പുരുഷന്മാരെ ഉപയോഗിച്ചു, അഥവാ പുരുഷന്മാരെയും അതേപോലെ തന്നെ ആൺകുട്ടികളെ വെച്ച് മാത്രമായിരുന്നു ഡ്രാമ കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഒരു പെൺവേഷം വരികയാണെങ്കിൽ തന്നെ ഈ ആണിനെ തന്നെ എന്തായി മാറ്റും? പെൺവേഷം കെട്ടിച്ച് അഭിനയിപ്പിക്കും. മനസ്സിലായോ? ഒരിക്കലും ഒരു ഫീമെയിൽ ആക്ട്രസ് ഒരിക്കലും അതുവരെയും ഈ ഡ്രാമയില് അഭിനയിക്കാൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരും ഒരു രീതി ഉപയോഗിച്ചിരുന്നില്ല. അതെന്തിനാണെന്ന് നോക്കിയാൽ അവർ തമ്മിലുള്ള സെക്ഷുവൽ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ എലിസബത്തൻ തിയേറ്ററിൽ നടന്നത്. എന്നാൽ റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ കാര്യത്തിന്റെ ആക്ടേഴ്സിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ആര് വന്നു? സ്ത്രീകൾ അഭിനയിക്കുക എന്നുള്ള ഒരു തരത്തിലേക്ക് വന്നു. മനസ്സിലായല്ലോ? സോ അത് വളരെ വലിയ ഒരു മാറ്റമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അതുവരെയുള്ള ഡ്രാമകളിലൊന്നും നമുക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും അത് അഭിനയിക്കുന്നത് ആരായിരിക്കും? പുരുഷന്മാരായിരിക്കും. എന്നാൽ റെസ്റ്റോറേഷൻ പീരീഡിൽ എത്തിയപ്പോൾ സ്ത്രീകൾ തന്നെ ഡ്രാമാസിൽ അഭിനയിക്കാനായിട്ട് മുന്നോട്ട് വന്നു. മനസ്സിലായല്ലോ? സോ ഇതാണ് ആക്ടേഴ്സിന്റെ ഒരു ലെവലിൽ വളരെ വലിയ മാറ്റം, അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം ഓഡിയൻസ്. റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ ഓഡിയൻസിന്റെ പ്രത്യേകത എന്താണ്? ഓഡിയൻസ് ഈ ഡ്രാമ കാണാൻ വരുന്ന ആളുകളാണ് നമ്മൾ ഇവിടെ ഓഡിയൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെ? ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2 ക്ലാസ്സുകളായിട്ട്, ഒന്ന് അപ്പർ ക്ലാസ്, മറ്റൊന്ന് ലോവർ ക്ലാസ്. അപ്പൊ ഇങ്ങനെ ആലോചിക്കും, ഈ ഡ്രാമ കാണാനും ഇപ്പൊ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്നൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം സീറ്റിംഗ് അറേഞ്ച്മെന്റ് അത്തരത്തിലായിരുന്നു. മാത്രമല്ല ഇതിനോടകം തന്നെ ഉയർത്ത് വന്ന ചില പുതിയ ക്ലാസ്സുകളുണ്ട്. ഏതൊക്കെയാണ്? മെർച്ചന്റ് ക്ലാസ്, മറ്റൊന്ന് മിഡിൽ ക്ലാസ്, അല്ലേ? ഈ 2 ക്ലാസ്സുകളുടെ വരവോടുകൂടി, അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രോത്തോടു കൂടി ഈ ക്ലാസ്സുകളുടെ കാര്യം, അഥവാ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എവിടെയും നമുക്ക് കാണാൻ സാധിച്ചു? റെസ്റ്റോറേഷൻ തിയേറ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇനി ചോദിക്കരുത്, അതായത് ഇപ്പോ മെർച്ചന്റ് ക്ലാസ് എങ്ങനെ വന്നു, അതേപോലെ തന്നെ നമ്മുടെ മിഡിൽ ക്ലാസ് എങ്ങനെ എമേർജ് ചെയ്ത് വന്നു, അതൊക്കെ ഓരോ യൂണിറ്റ് ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ് എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. സോ കാണാത്തവർ അത് കാണാം. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. പിന്നെ മാത്രമല്ല ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ കോസ്റ്റ്യൂംസിന്റെ കാര്യമാണ്. ഓക്കെ, കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, അതൊക്കെ ആരാണ് അതിനുള്ള ഫണ്ട് ഈ തിയേറ്ററിന് കൊടുക്കുന്നത്? ചാൾസ് രണ്ടാമൻ, അല്ലെ? ചാൾസ് രണ്ടാമന്റെ കാലഘട്ടമാണല്ലോ നമ്മൾ റെസ്റ്റോറേഷൻ പീരീഡ് ആയിട്ട്, അല്ലെ? സോ ചാൾസ് രണ്ടാമനാണ് ഇത്തരത്തിൽ റിച്ച് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഇടാനായിട്ട് എന്ത് ചെയ്യുന്നത്? ഫണ്ട് ഈ തിയേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ റെസ്റ്റോറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകതകൾ എന്ന് നമ്മൾ പറയും. നമുക്ക് നോക്കാം. ഇനി അടുത്തത് റെസ്റ്റോറേഷൻ കോമഡി എന്ന് പറയുന്ന ആ ഒരു തീമും ഈ റെസ്റ്റോറേഷൻ പീരീഡിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. എന്തായിരുന്നു? റെസ്റ്റോറേഷൻ കോമഡി. ഓക്കെ, എന്താണ് റെസ്റ്റോറേഷൻ കോമഡി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കേട്ടോ. നോക്കാം, ഈ ഒരു കാലഘട്ടത്തിൽ റെസ്റ്റോറേഷൻ കോമഡിയെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് എഴുതിയിരുന്ന കുറച്ച് പോയറ്റ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ വില്യം കോൺഗ്രേവ് ആണ്, മാത്രമല്ല വില്യം വിച്ച്ലറി, മാത്രമല്ല ജോർജ് എദ്രച്ച്, അതേപോലെ തന്നെ ജോർജ് ഫാർക്യൂഹാർ ആൻഡ് ജോൺ വാൻ ബ്രൂഫ്. ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തിരുന്നു? ഈ റെസ്റ്റോറേഷൻ കോമഡിയെ
ഫോക്കസ് ചെയ്ത് ഇവർ തന്റെ കൃതികളെ രചിച്ചുകൊണ്ടിരുന്നു. ഇനി നമുക്ക് നോക്കാം റെസ്റ്റോറേഷൻ സറ്റയർ അല്ലെ. തിയേറ്ററിന്റെ പ്രത്യേകത കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാം റെസ്റ്റോറേഷൻ സറ്റയർ. എന്താണ് സറ്റയർ? ആക്ഷേപഹാസ്യം. എന്താണ് ആക്ഷേപഹാസ്യം? ആക്ച്വലി ആക്ഷേപഹാസ്യത്തിന്റെ വളർച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു മൂർധന്യാവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത് റെസ്റ്റോറേഷൻ പീരീഡിലാണ്. ഏകദേശം 17-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലേറെ കാലഘട്ടം ആക്ഷേപഹാസ്യം അഥവാ സറ്റയറിന്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് കാരണമായ ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ. അതായത് 17-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലേറെ സമയം ആക്ഷേപഹാസ്യം ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? വളർന്നുകൊണ്ടിരുന്നു. മനസ്സിലായല്ലോ. മാത്രമല്ല റോമൻ സറ്റയറിസ്റ്റ് ആയ ഹൊറേസും അതുപോലെ തന്നെ ജുവനൈലും ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായല്ലോ. അത്തരത്തിൽ വന്നാണ് വേഴ്സ് സെറ്റയർ. എന്താണ് വേഴ്സ് സെറ്റയർ? ഈ വേഴ്സ് സെറ്റയർ എന്താണ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഡ്രൈഡനും ഓൾതമും അതേപോലെ തന്നെ റോച്ചെസ്റ്റർ, ഇങ്ങനെ ഈ 3 പേരാണ് ഈ വേഴ്സ് സെറ്റയർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മനസ്സിലായല്ലോ. ഈ ഓൾതംസിന്റെ സ്പെൻസേഴ്സ് ഗോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സറ്റയർ ആണ് ഈ വേഴ്സ് സെറ്റയറിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ റെസ്റ്റോറേഷൻ സറ്റയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? വുമൺ, സ്ത്രീകളായിരുന്നു സ്ഥിരമായിട്ട് ആക്ഷേപഹാസ്യത്തിന്റെ ഇര ആയിട്ട് അവർ ഉപയോഗിച്ചു വന്നത്. മനസ്സിലായല്ലോ. സോ ഇത്തരത്തിലാണ് റെസ്റ്റോറേഷൻ സറ്റയർ എന്ത് ചെയ്തത്? വളർന്നുകൊണ്ടിരുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഈ സറ്റയർ ആക്ഷേപഹാസ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ പാംപ്ലെറ്റ്സ് അല്ലെ. എന്താണ് ഈ പൊളിറ്റിക്കൽ പാംപ്ലെറ്റ്സ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയപരമായ ലഘുരേഖകളെയാണ് നമ്മൾ ഇവിടെ പൊളിറ്റിക്കൽ പാംപ്ലെറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാംപ്ലെറ്റ്സ് എന്ന് പറയുന്നത് ലഘുരേഖകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഷോർട്ട് കോർട്ടോ ബുക്ക്. അതായത് ചെറിയ ഒരു ബുക്ക്, ചെറിയ കുറച്ച് പേജസ് ഉള്ള ഒരു ബുക്കിനെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. അതിൽ 1 മുതൽ 12 പേജസ് വരെ നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പാംപ്ലെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാണാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ 8 മുതൽ 9 പേജസും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. നോക്കാം. ഇത് എന്തിനാണ് ഈ പാംപ്ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? പുതിയ ഐഡിയാസോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ ഇതൊക്കെ ആൾക്കാരുടെ ഇടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ലഘുരേഖകൾക്ക് ഉണ്ടായിരുന്നത്. മനസ്സിലായല്ലോ. മാത്രമല്ല ഇതിന്റെ തീം അഥവാ ഇതിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ഇത് എന്തിനെ കുറിച്ചായിരിക്കും? ഒന്നല്ലെങ്കിൽ ഇത് പൊളിറ്റിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും? റിലീജിയസ് ആയിരിക്കും. ഈ 2 ഉദ്ദേശം അഥവാ ഈ 2 തീമുകളാണ് എന്തിനുണ്ടാവുക? ഈ പാംപ്ലെറ്റിംഗ്സ് ഉണ്ടാവും. മനസ്സിലായല്ലോ. അതായത് ഒന്നല്ലെങ്കിൽ അതെന്തിനെ കുറിച്ചായിരിക്കും? രാഷ്ട്രീയപരമായ കാര്യമായിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും? മതപരമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു വിഷയമാകും നമുക്ക് പാംപ്ലെറ്റ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മനസ്സിലായല്ലോ. ഈ പാംപ്ലെറ്റ്സ് ഒക്കെയാണ് ആക്ച്വലി ഈ ചർച്ചിലും അതേപോലെ തന്നെ ചില ടൗൺ മീറ്റിംഗ്സിലൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്താണ്? ഈ പാംപ്ലെറ്റ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഈ പാംപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പാംപ്ലെറ്റ്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാംപ്ലെറ്റ്സ് കുറെ കൂടി ഊർജിച്ചു വന്നത് ഏത് കാലഘട്ടത്താണ്? നമ്മുടെ റെസ്റ്റോറേഷൻ പീരീഡിലാണ്. സോ ഇങ്ങനെയാണ്, അഥവാ റെസ്റ്റോറേഷൻ പീരീഡിൽ തിയേറ്ററിന്റെ സ്ഥാനം ഇങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ സറ്റയറിന്റെ സ്ഥാനം ഇങ്ങനെയായിരുന്നു, മാത്രമല്ല പാംപ്ലെറ്റ്സിന്റെ സ്ഥാനം ഇങ്ങനെയായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു ലെസൺ ആണ്. നമുക്കൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത് ഇരുന്ന് പഠിക്കേണ്ട ഒരു ലെസൺ ഒന്നുമല്ല. സോ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിലെ ബ്രിട്ടീഷ് ഹിസ്റ്ററി എന്ത് ചെയ്യാണ്? നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഹിസ്റ്ററിയുടെ പാർട്ട് 2 ക്ലാസ് വരുന്നവരേക്കും ബൈ ആൻഡ് താങ്ക് യു.